ഉള്ള ആളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കച്ചവടം നടത്തിയിട്ട് ചിലപ്പോൾ പ്രശ്നമുള്ള ആളൊക്കെ ആയിരിക്കും അപ്പുറത്തേക്ക് ഉണ്ടാവും. പക്ഷെ തൗഹീദിന്റെ രംഗത്താണെങ്കിൽ അവിടെ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കും. ദീനിന്റെ കാര്യത്തിൽ ഒന്നിച്ചിരിക്കുക, അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ എല്ലാം വിട്ടുകൊടുക്കുക, അങ്ങനെ നിൽക്കുക. പക്ഷേ ആദർശപരമായി നമ്മൾ അകന്നാലോ, രണ്ട് തീമുണ്ടായാലോ നമുക്ക് ഒരിക്കലും അടുക്കാൻ കഴിയില്ല. രണ്ട് തീമുണ്ടായി, ഇവിടെ തീമുണ്ടാക്കി. ആ തീം ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഏതാണ് ശരിയായത്, ഏതാണ് നല്ല മാർഗം എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുകയല്ലാതെ കേവലം താല്പര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പല വിധത്തിലുമുള്ള അബദ്ധങ്ങളും അബദ്ധധാരണകളും ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ വ്യക്തമായി. പിന്നെ കളവുകൾ പറയാൻ ഒരു മടി ഉണ്ടാവില്ല. ഒരു സംഗതി കൂടി ഞാൻ പറയാം, സമയം ഉണ്ടെങ്കിൽ. കാരണം വെച്ചാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. കണ്ണൂരായത് ഞാൻ വേറെ എവിടെ ഇത് പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഞാൻ അതിൽ പ്രതികരിച്ചിട്ടുമില്ല. ഇത് കണ്ണൂരായതുകൊണ്ട് കണ്ണൂർ വെച്ച് ഞാൻ പറയും, കണ്ണൂരെ ഞാൻ പറയൂ എന്നുള്ളത് കൊണ്ടും വാരത്തെ മഹമ്മൂദിനെ വിളിച്ച് അത് പറയാൻ എനിക്ക് വേദി തരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ആളുകൾ രണ്ട് തീമായി കഴിഞ്ഞാൽ ഭിന്നിക്കും എന്നുള്ള എൻ്റെ ഒരു തെളിവ്. നമ്മുടെ ജില്ലാ പ്രചരണോദ്ഘാടനം എവിടെ നടന്നു? അവിടെ നടന്നു. അന്നൊരു വിവാദം ഉണ്ടായി. ഞാൻ ഇത് പ്രതികരിച്ചിട്ടില്ല. പലരും 10,000-കണക്കിന് മെയിലുകൾ അയച്ചു. എന്നെ ഞാൻ മടവൂരിയാണെന്ന് പറഞ്ഞു. ഇതുവരെ ജീവിതത്തിൽ മടവൂരി എന്ന 4 അക്ഷരം പറയാത്തവരാണ്. അത് വേറെ ആയിക്കോട്ടെ. എന്താ കാരണം? രണ്ട് ആരോപണം പറഞ്ഞു. ഒന്ന്, KKP അബ്ദുള്ളയെ കെട്ടിപ്പിടിച്ചു. ഒന്ന്. രണ്ടെന്താ, KKP അബ്ദുള്ളയെ കൈ പിടിച്ച് നയിച്ച് സ്റ്റേജിൽ ഞാൻ കൊണ്ടുപോയി ഇരുത്തി. ഇത് മെയിലിലൂടെ SMS-ലൂടെ നാട് നീളെ പ്രചരിപ്പിച്ചു. ആരാ പ്രചരിപ്പിച്ചത്? താടിയില്ലാത്തവരാണോ? ആണോ? ആരാ പ്രചരിപ്പിച്ചത്? നമസ്കരിക്കാത്തവരാണോ? ആരാ പ്രചരിപ്പിച്ചത്? പള്ളിയിൽ പോകാത്തവരാണോ? ആരാ പ്രചരിപ്പിച്ചത്? നാട്ടിലെ മടവൂരിയാണോ? ആരാ പ്രചരിപ്പിച്ചത്? നാട്ടിലെ സമസ്തക്കാരനാണോ? അല്ല. സലഫി എന്ന് പറയുന്ന, മുജാഹിദ് എന്ന് പറയുന്ന ചില ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ കളവ് SMS-ലൂടെ അയച്ചു. ചില ആളുകൾ മെയിലിലൂടെ അയച്ചു, നാട് നീളെ പ്രചരിപ്പിച്ചു. ഇത് കേട്ടാൽ നമുക്കൊരു പ്രയാസം ഉണ്ടല്ലോ, അത് വേറെ സാധനം. എന്ന് വെച്ചാല് ഈ പറയുന്ന ആരോപണം പറയുമ്പോൾ നമ്മൾ വീണു പോകും, നമ്മൾ തകർന്നു പോകുന്നു ഒരാളും വിചാരിക്കരുത്. അങ്ങനൊന്നും യേശുവില്ല. ആകെ കുറെ കേട്ട് തഴപ്പിച്ചു പോയി. ആ രംഗ് നമ്മുടെ ആ ഭാഗം തന്നെ തഴപ്പായി പോയി. അപ്പൊ പിന്നെ ഇത് കേട്ടാലെന്തോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഈ പറഞ്ഞ ആളുകൾ ചിന്തിക്കണം, ഇങ്ങനെ സംഭവിച്ചോ? നിങ്ങൾ ആ സമ്മേളനത്തിൽ നടന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ KKPയെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോയി സ്റ്റേജിലിരുത്തിയോ? ഇല്ല. എന്തിനാണ് ഈ കളവ് പറയണത്? മാത്രല്ല, സംഭവിച്ചതാകട്ടെ, ഞാൻ സ്റ്റേജിലേക്ക് കയറി വരുമ്പോ, സദസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോ ഒരാൾ വന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞു. വലൈക്കും സലാം. കൈ പിടിച്ചു, കൈ തന്നു, ഞാൻ കൈ കൊടുത്തു. ഞാൻ KKP അബ്ദുള്ള എന്ന് പറഞ്ഞു. ഞാനെന്ത് വേണം? എനിക്കല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഞാനെന്ത് വേണം? അപ്പൊ തന്നെ ചില ഫ്ലാഷുകൾ അവിടെ ഇവിടെയൊക്കെ മിന്നണുണ്ട്. ചില പത്രക്കാരൊക്കെ ഇങ്ങനെ വരുമ്പോ അങ്ങനെ കാണാം. മന്ത്രിമാരൊക്കെ വരുമ്പോൾ പത്രക്കാർ ഫോട്ടോ എടുക്കണ പോലെ. എന്താ ഉച്ചകോടി കഴിഞ്ഞതോ? അപ്പൊ എനിക്കതിന്റെ ഉദ്ദേശം എന്താ? അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ നമുക്കുണ്ടല്ലോ. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ അന്ന് സ്റ്റേജിലൊന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫേസ്ബുക്കിൽ കൊടുക്കുമ്പോൾ അതിന്റെ ചുവട്ടിൽ എഴുതി വെക്കണം എന്ത്? 2 ആദർശമുള്ള 2 ആളുകൾ കണ്ടുമുട്ടിയപ്പോൾ, എന്നിട്ട് കൊടുക്കാവൂ. ഇതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എന്തിനാന്നുള്ളത്. അത് ഞാൻ അന്നത്തെ സ്റ്റേജിലും അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു. ഈ വിവരം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞു ഞാൻ മഗ്രിബ് നമസ്കരിക്കാൻ കണ്ണൂർ പള്ളിയിൽ വരുമ്പോ ഒരു കോൾ എന്റെ ഫോണിലേക്ക് വന്നു. ആ ഫോൺ വിളിച്ചത് തളിപ്പറമ്പിലുള്ള ഒരു സുഹൃത്താണ്. എന്ന് പറഞ്ഞാൽ 5:30-ക്കാണ് അവിടെ പരിപാടി തുടങ്ങുന്നതാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്ന് നേരെ ഞാൻ പരിപാടി തുടങ്ങി പകുതിയായപ്പോൾ കണ്ണൂർ പള്ളിയിലേക്ക് വന്നപ്പോൾ തന്നെ തളിപ്പറമ്പിൽ നിന്നൊരു ഫോൺ എനിക്ക് വന്നു. നിങ്ങൾ KKPയെ കെട്ടിപ്പിടിച്ചു, നിങ്ങൾ എന്താണ്? നിങ്ങൾക്ക് 2 മുഖമുണ്ട്, നിങ്ങൾ മുനാഫിക്കാണ്, നിങ്ങൾ തലശ്ശേരിയിൽ വെച്ചിട്ട് ഒന്ന് പറഞ്ഞു, ഇവിടെ വന്നിട്ട് വേറൊന്ന് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ മൂപ്പര് പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു.
നിങ്ങളില്ലെങ്കിൽ പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യം, നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല. അല്ല പിന്നെ എങ്ങനെ പറയാ? ഇപ്പൊ എനിക്ക് അവിടെ നിന്ന് വിവരം കിട്ടിയതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞു, അതിനുശേഷം അടുത്ത SMS വന്നു. SMS പാഞ്ഞു, അടുത്ത SMS വന്നു. എവിടുന്ന? മൂന്നാമത്തെ SMS ഞാൻ ഇന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. മൂന്നാമത്തെ SMS വന്നത് മഞ്ചേരിന്നാണ്. മഞ്ചേരിന്നാണ്. മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചു. അല്ല ഇപ്പൊ കണ്ണൂരാണ് ഞാൻ ഉള്ളത്. ഇപ്പം സംഭവം നടന്നിട്ട് ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിനു മുമ്പ് മഞ്ചേരിക്ക് എത്തിയോ? അപ്പൊ അദ്ദേഹം പറയാം, എനിക്കിത് വന്നത് ഇടമുട്ടത്ത് നിന്നാണ്, തൃശ്ശൂരിൽ നിന്നാണ്. എന്തിനാ ഈ കളവ് പ്രചരിപ്പിക്കുന്നത്? ഞാനത് ഇന്ന് വരെ, കാര്യം അത് ഉള്ള സാക്ഷികളായ ആളുകൾ ഇവിടെ ഉണ്ടാകണം എന്നതുകൊണ്ടാണ് ഇതുവരെയും ഞാൻ പ്രതികരിക്കുക. പലരും പറഞ്ഞു എനിക്ക് ഒരു വീഡിയോ ഇതുപോലെ വാടകയ്ക്കെടുത്ത് വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ കയറ്റിയിടാനുള്ള വിദ്യ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല, ഞാനത് പഠിച്ചിട്ടില്ല. അതല്ലെങ്കിൽ ഒരു മെയിലെടുത്ത് ഗ്രൂപ്പ് മെയിലുണ്ടാക്കിയിട്ട് ലോകം മുഴുവനും അയച്ചു കൊടുക്കാനോ ഫേസ്ബുക്കിൽ കയറി ഒരു ID ഉണ്ടാക്കിയിട്ട് അതിന് പ്രദർശിപ്പിക്കാനോ അറിയാത്തത് കൊണ്ടല്ല, ഞങ്ങളത് പഠിച്ചിട്ടില്ല, ഞങ്ങളത് ശീലിച്ചിട്ടില്ല. ഈ രൂപത്തിൽ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം. മഞ്ചേരി എന്നാണെന്ന് പറഞ്ഞു, ആയിക്കോട്ടെ. ഞാൻ അതിനുശേഷം അവിടെ വന്ന് വളരെ വ്യക്തമായി തന്നെ പ്രസംഗിച്ചു. ഞാൻ അതിനുശേഷം ഇതറിഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിച്ചു, പടച്ചോരെ അൽഹംദുലില്ലാഹ്, അന്ന് ഞാനിത് പറയാൻ വിട്ടുപോയിട്ട് ഞാനങ്ങ് പോയിരുന്നെങ്കിലോ. ഇനി വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് മുഴുവൻ പ്രചരിപ്പിച്ച് അതിനുശേഷം കണ്ണൂരിൽ നിന്നുള്ള ആള്, ഒരു വ്യക്തി, പേര് ഞാൻ പറയുന്നില്ല, തുറന്ന കത്തെഴുതി. തുറന്ന കത്ത്. എനിക്കെന്തിനാ തുറന്ന കത്തെഴുതുന്നത്? നിങ്ങൾ തുറന്ന കത്തെഴുതാൻ ഞാൻ ആരാ? തുറന്ന കത്തെഴുതാ. അപ്പൊ എന്താ? തുറന്ന കത്ത് വായിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ വിചാരിക്കും അനസ് മൗലവി അവിടെ പോയിട്ട് എന്തൊക്കെയോ കാട്ടി രഹസ്യമായ അജണ്ടകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. തുറന്ന കത്തെഴുതി. അങ്ങനെ തുറന്ന കത്തെഴുതാൻ എനിക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്താൽ മതി, മിസ് കോൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മിസ് കോൾ ഇട്ടാൽ ഞാൻ അങ്ങോട്ട് നേരിട്ട് പ്രതികരിച്ചോളാലോ, നേരിട്ട് പ്രതികരിച്ചോളാം. അല്ലെങ്കിൽ കേരളമൊട്ടാകെ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നവനാണ് ഞാൻ, പല പരിപാടികളും പങ്കെടുക്കുന്നവനാണ് ഞാൻ. അപ്പൊ ഒരാൾ വന്നിട്ട് ഈ ഇങ്ങനെ സംശയമുള്ള ആൾ വന്നിട്ട് എഴുതിയിട്ടുണ്ട് ചോദിച്ചാൽ പോരെ, പരസ്യമായിട്ട് ചോദിച്ചാൽ പോരെ, പറഞ്ഞു കൊടുക്കൂലേ? മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം. അപ്പൊ എന്താ? കേരള നേതൃത്വ മുജാഹിദീന്റെ വേദിയിൽ നിന്നുകൊണ്ടാണ് അന്നത്തെ വിമർശനം വന്നത്. ഇനി ഒരു കാര്യം കൂടെ എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. KKP ഷെയ്ഖാന്റെ കൊടുത്തുവിടാത്ത ആളാണെന്ന് ആരും മനസ്സിലാക്കണ്ട. ഒരാള്, നമ്മുടെ കൂട്ടത്തിലൊരാള്, അയാൾ ആരായിക്കോട്ടെ. ഇപ്പൊ ഞാനിങ്ങനെ യാത്ര പോവാണ്. ഒരിക്കല് കോട്ടക്കല് ഞാനുണ്ട്, ഇസ്ലാമിൽ അമീറുണ്ട്, നജ്മുണ്ട്. അവിടെ നോക്കുമ്പോൾ കുറെ മൂല്യാക്കന്മാർ ഇങ്ങനെ തലയിൽ ഇട്ട് നിൽക്കണ് റോഡിന്റെ സൈഡിൽ 2 മണിക്ക് രാത്രി. ഞങ്ങളുകൊണ്ട് വണ്ടി നിർത്തി. എങ്ങോട്ടാന്ന് ചോദിച്ചു. ഇഹിയാവ് സുന്നയിലേക്ക് പോകാൻ വന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആരാന്ന് കാണില്ല, വണ്ടിക്കകത്തിരിക്കണ ആരാന്ന് അവർ കാണില്ല. ഇഹിയാവ് സുന്നയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. എവിടെയോ നമുക്ക് കണ്ണര പ്രസംഗത്തിന് തക്ബീർ വിളിക്കാൻ പോയിട്ട് വന്ന കൗമാദിക്കണ്. ഞങ്ങളൊന്ന് കയറിക്കോന്ന് പറഞ്ഞു. രാത്രി 2 മണിക്ക് സാധുക്കൾ റോഡിട്ട് പോകാൻ തോന്നിയില്ല. വണ്ടിയിൽ കയറ്റി ഓടിച്ച് പകുതി പോയി. പേരൊക്കെ ചോദിച്ചതിന് ശേഷം അവരിങ്ങോട്ട്, നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചു. അപ്പം എൻ്റെ പേര് അനസ്, എന്നെ അറിയില്ലെന്ന് ചോദിച്ചു. അപ്പൊ അനസോ അതാരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട് അടിച്ചു കൊടുത്തു. രാത്രിയാണ്. അവർ ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, 6:30 വണ്ടിയിലായിരുന്നു. പിന്നെ അപ്പോൾ നോക്കുമ്പോൾ ഇസ്ലാമീറും പിന്നെ നജ്മുദ്ദീനും. ഇവരെ തട്ടിക്കൊണ്ട് പോകാന്ന് വിചാരിച്ചിട്ട് ആ സാധുക്കൾ പേടിച്ചിരിക്കുക. ഇഹിയാസുന്ന അസനിമാര് പഠിച്ചിറങ്ങണം. ഇഹിയാസുന്നയുടെ അറബി കോളേജിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇറക്കി കൊടുത്തിട്ട് പോന്നു. നാളെ ഒരുത്തിന് പറഞ്ഞൂടെ, എന്ത് അസനിമാരുമായിട്ട് രഹസ്യ അജണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് സോലഹി. ഇത് മുജാഹിദ് പ്രസ്ഥാനാണ്. മര്യാദയുള്ളവരാണ്. ഒരു ശത്രുവിനെ എങ്ങനെ നേരിടണമെന്ന് അറിയുന്നവരാണ്. ഘോരം വാദപ്രതിവാദം നടക്കാറുണ്ട്. പക്ഷെ എതിരാളികളെ മാനിക്കാറുണ്ട് മുജാഹിദുകൾ. അവരെ തല്ലാനും കൊല്ലാനും ആട്ടി ഓടിക്കാനും പോകണം. നമ്മള് ഇരിക്കണ അല്ലെങ്കിൽ വാദപ്രതിവാദം നടത്തുമ്പോൾ മറുഭാഗത്തിരിക്കണ മുസ്ലിയാക്കന്മാരെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താൻ പണിയെടുക്കണവരാ. അടുത്ത വേദിയിൽ അവരിവിടെ വന്നിരിക്കണമെന്ന് ആഗ്രഹിക്കണവരാണ്. അവര് നന്നാകണമെന്ന് ആഗ്രഹിക്കണവരാണ്. ആ ഒരു മനസ്സും ആ ഒരു താല്പര്യവും വെച്ചിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. ആ നിലയിൽ വളരെ വ്യക്തമായി ആ വ്യക്തി, ഞാൻ പേര് പറഞ്ഞ് വലുതാക്കണം, അതിന് മാത്രമൊന്നും ഇല്ല. ഇപ്പൊ പറഞ്ഞു വരുമ്പോ എന്ന് വെച്ചാൽ കേരളത്തിൽ മുജാഹിദിലെ എല്ലാ നേതാക്കന്മാരെക്കാളും വലിയ നേതാവ് KKP അബ്ദുള്ള എന്ന് പറയുന്ന ഒരു നേതാവാണെന്ന് വരുത്തി തീർക്കൽ ആരുടെ ആവശ്യമാണ്? നേരത്തെ പറഞ്ഞ പോലെ ആരുടെ ആവശ്യമാണത്? പക്ഷേ നേരത്തെ പറഞ്ഞ ഒന്നുമല്ല, അദ്ദേഹം ഒന്നുമല്ല എന്ന് പറഞ്ഞു. ലൈസൂ ബിശൈ എന്ന ഞാനെന്ന് പ്രയോഗിച്ചത്. അന്നത്തെ പരിപാടി ലൈസൂ ബിശൈ,
ലൈസൂബി ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? ഒരിക്കൽ നബിയുടെയൊക്കെ വന്നിട്ട് ഈ കുഹാനുകളെ സംബന്ധിച്ച്, ഈ ജ്യോത്സ്യന്മാരെ സംബന്ധിച്ച് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ, ജ്യോത്സ്യന്മാരെങ്ങനെയാണ്? അപ്പോൾ അവർ വലിയ ആളുകളാണെന്ന ചോദ്യം തന്നെ എന്താ, ഈ ജ്യോത്സ്യന്മാരെങ്ങനെയാണ് നബി? അപ്പോൾ മറ്റുള്ള ആൾക്കാർ എന്തോ ഇതുണ്ട്, വലിയ ആൾക്കാരാണ് ഈ ജ്യോത്സ്യന്മാരെന്ന നിലക്കാണ് ചോദ്യം. ആരോട്? നബിയോട്. നബി ഒന്നാമത്തെ മറുപടി എന്താ പറഞ്ഞത്? മറുപടി പറഞ്ഞത്? ലൈസൂ ബിശൈ, അവര് ഒരു ചുക്കുമല്ല. ആര്? ഈ ജ്യോത്സ്യന്മാർ. എനിക്ക് മനസ്സിലാണ്ടോ? അല്ല, അവസാനം പറയും എല്ലാ അനസ് മൗലവി പറഞ്ഞു പോയതാണ്, ഞാൻ മാത്രമല്ല നിങ്ങളും പറയണോ? അനസ് മൗലവി മാത്രല്ല, ലൈസൂ ബിശൈ, ഒരു ചുക്കുമല്ല. ഇത് ഒരു ചങ്ങായി കേട്ടിട്ട് അയാള് അത് എനിക്ക് തുറന്ന് കത്തി വെച്ചപ്പോ എഴുതി എന്താ അറിയോ? ലൈസൂ ഫീഹി ഷൈ എന്നാ മൗലവി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മുജാഹിദീന്റെ കണ്ണൂരുള്ള നേതൃത്വവും KKP അബ്ദുൽ തമ്മിൽ എന്തോ രഹസ്യ ഇടപാടുണ്ട്. ലൈസൂ ബിശൈ ഫീഹി ഷൈ, ആ ഇടപാടിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്താ ചെയ്യാ? അവിടെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ലൈസൂ ബിശൈഉം ലൈസൂ ഫീഹി ഷൈഉം. ലൈസൂ ഫീഹി ഷൈഉം എന്തൊക്കെ പ്രയോഗ നമുക്ക് അറിഞ്ഞൂടാ. ലൈസ ഫീഹി ഷൈഉം. അപ്പൊ അതിൽ ആ ബന്ധത്തിൽ നമ്മുടെ നേതൃത്വവും KKP അബ്ദുൽ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് അനസ് മൗലവിയോട് പ്രസംഗിച്ചത്. എന്റെ പ്രസംഗത്തിന്റെ CD MCK വിഷയം ഇറക്കണമെന്ന് പറഞ്ഞിട്ട് അവരോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് അവരിറക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് വായിക്കുന്ന ആൾക്കാർ എന്താ വിചാരിക്കുക? അപ്പൊ ഇങ്ങനൊരു തീം ഉണ്ടായി വരിക, ഒരു തീം. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ, ആ നിലപാടുകളെ അത് തെറ്റാണെന്ന് കണ്ടപ്പോൾ അൻസാർ അറബിക് കോളേജിൽ വെച്ചുകൊണ്ട് നടന്ന ISMന്റെ മീറ്റിംഗിൽ, ഇതുപോലൊരു മീറ്റിംഗിൽ തുറന്ന് ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്ത ISMന്റെ ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടത്തപ്പെട്ട പരിപാടിയിൽ ഈ വ്യക്തി ചോദ്യം ചോദിച്ചു, സിഹറുമായി ബന്ധപ്പെട്ട ചോദ്യം. ആ ചോദ്യം കഴിഞ്ഞു. ആ ചോദ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പലവരും ആവർത്തി ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ഈ ISMന്റെ നേതാക്കന്മാരോട് ഞാൻ ചോദിച്ചു, ഇത് ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞൊരു എഴുത്തുകാരനാണ്, ഇദ്ദേഹം KKP ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ ക്ലിയർ ആക്കാറുണ്ട്, ഇദ്ദേഹത്തിന് ചില അബദ്ധധാരണകളുണ്ട് എന്ന് അന്ന് സംസാരിച്ചു. അതിനുശേഷം CD ടവറിൽ നടന്ന മീറ്റിംഗിൽ പങ്കെടുത്ത പലരുണ്ട് അല്ലേ? ഇക്കൂട്ടത്തിൽ പലരും ഞാൻ ഓർക്കുന്നുണ്ട്. ആ മീറ്റിംഗിൽ KKP അബ്ദുള്ള എന്ന് പറയുന്ന ആളെ വിമർശിച്ച ആൾക്കാർ 3 ആരാ? ഒന്ന് ഇരിക്കുന്ന ഹനീഫ, രണ്ടാമത്തെ ആള് അബ്ദുറഹ്മാൻ സലഫി, മൂന്നാമത്തെ ആള് ഞാന് ഇല്ലേ? KKP അബ്ദുള്ളയെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ച ആള്. തലശ്ശേരിയിൽ KKP അബ്ദുള്ളയെ വിമർശിച്ച ആളാണ് ഞാൻ. അതുപോലെ തന്നെ നിലമ്പൂരിൽ KKP അബ്ദുള്ളയെ വിമർശിച്ച ആളാണ് ആര്? ഹനീഫ് കായക്കൊടി. എന്നാ ഒരു രഹസ്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ മുഴുവൻ പറയണില്ല. വിമർശിച്ചവരുണ്ടല്ലോ, കൈ കൊടുത്തപ്പോ വിമർശിച്ചവരുണ്ടല്ലോ. മാത്രല്ല എനിക്കെതിരെ തുറന്ന കത്തെഴുതിയവരുണ്ടല്ലോ. ഇവിടെയാണല്ലോ തളിപ്പറമ്പ്. ആ തളിപ്പറമ്പിൽ ഈ ഇരിക്കുന്ന ബഷീർ ഡോക്ടറെ പങ്കെടുപ്പിക്കാൻ നടത്തിയ ഒരു സമാപന സമ്മേളനം ഉണ്ടായിരുന്നു. അറിയോ നിങ്ങൾക്ക്? ആ സമാപന സമ്മേളനത്തിൽ സമാപന പ്രസംഗം നടത്താൻ ക്ഷണിക്കപ്പെട്ട ആളാണ് ഞാൻ. അന്ന് പലരും വിളിച്ചു പറഞ്ഞു നിങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കരുത്. ഞങ്ങൾ പറഞ്ഞു ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ഔദ്യോഗികമായി നേതൃത്വം എന്ന നിലയിൽ ഞങ്ങളോട് ആ വിവരം ആരും ഞങ്ങളോട് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. ചില വ്യക്തിത്വങ്ങൾ, ഞങ്ങളുമായി ബന്ധമുള്ള, ഞങ്ങളെ അറിയുന്ന, ഞങ്ങൾ സ്നേഹിക്കുന്ന ചില ആളുകൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കരുത്, ആ പരിപാടിയിൽ പ്രസിഡന്റിനെ ബോധപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഒരു നിലപാട് ചെയ്ത് ഞങ്ങൾ പോയില്ല എങ്കിൽ, ഞങ്ങൾ അവിടെ പങ്കെടുത്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും ആ കുറ്റവും കൂടി കേരള നേതൃത്വ മുജാഹിദീൻ എന്ന സംഘടന പേറേണ്ടി വരും എന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ ഹനീഫിനെ വിളിച്ചു, എന്താ തീരുമാനിക്കേണ്ടത്? ഹനീഫ് പറഞ്ഞു നമ്മൾ പോകണം, അവർക്ക് എന്തെങ്കിലും ആ വിഷയത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നീക്കിക്കൊടുക്കുകയും വേണം. ഞങ്ങൾ ആ പരിപാടിയിൽ ഞാനും ഹനീഫും ഒന്നിച്ച് പങ്കെടുത്തു. ആ പ്രസംഗത്തിന്റെ CD നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ആരുടെ വീടുള്ളത്? ആണോ? തളിപ്പറമ്പിലാണോ? ആണോ? അവിടെ KKP അബ്ദുള്ളയെ വിമർശിച്ച് അനസ് ഒരു വാക്ക് ഉച്ചരിച്ചില്ല, ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാതിരിക്കാൻ കാരണമുണ്ട്. ആ കാരണം എന്താ? ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് പറയാൻ എനിക്ക് നാക്കില്ലാഞ്ഞിട്ടോ, പറയേണ്ടത് എങ്ങനെയെന്ന് അറിയാഞ്ഞിട്ടോ,
അതെഴുതാൻ വരില്ല എന്നിട്ടോ അത് പ്രസിദ്ധീകരിക്കാൻ എൻ്റെ കയ്യിൽ കമ്പ്യൂട്ടറും നെറ്റും ഇല്ലാത്തത് കൊണ്ടോ അല്ല. മനസ്സിലാക്കിക്കോ, നിങ്ങൾ മനസ്സിലാക്കണം. ഞാനവിടെ പറഞ്ഞിട്ടില്ല, അതിന് കാരണമുണ്ട്. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇഖ്ലാസ് ആണ് എന്ന് മാത്രമാണ്. ആ ഇഖ്ലാസ് ആണ് എന്ന് മാത്രമേ അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇഖ്ലാസ് കൊണ്ടാണ് അത് പറഞ്ഞത്. അഥവാ ആ പരിപാടിക്ക് ശേഷം എന്തുകൊണ്ട് അവിടെ KKP വിമർശിക്കരുത്, പറയരുത് എന്ന് പറഞ്ഞു, അതിന്റെ ഇഖ്ലാസ് മാത്രമേ ഞാൻ അന്ന് ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നൊരു പ്രാവശ്യം മഹമ്മൂദ് ഇവിടെ ഉണ്ടോ? ആ മഹമ്മൂദ് എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചു. മഹമ്മൂദ്, ആ സ്ഥലത്തിന്റെ പേര് എനിക്കറിയില്ല, ഖുർആനും മുസ്ലിങ്ങളും ഒരു വിഷയം അവതരിപ്പിച്ച പള്ളിപ്പുറം. ആ പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ണൂർ. അതിനുശേഷം ഞാൻ പരിപാടിക്ക് വരുമ്പോ എന്നെ ഫോണിൽ പലരും ബന്ധപ്പെട്ടു. അവിടെ നിങ്ങൾ വളരെ ശക്തമായി പറയണം. ഈ ഇരിക്കുന്ന ഹനീഫിനെ പലരും വിളിച്ചു, കോട്ടക്കുള്ള നജ്മുദ്ദീനെ എന്നെ സ്വാധീനിക്കുവാൻ പലരും വിളിച്ചു. അവസാനം ഒരു വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്നത് KKPയുടെ നാട്ടിലാണ്, നിങ്ങൾ വളരെ ശക്തമായി KKPക്കെതിരെ പ്രസംഗിക്കണം. അതിന്റെ മുമ്പ് 2-3 ആഴ്ചക്ക് മുമ്പ് ഞാൻ തളിപ്പറമ്പിൽ പോയി പ്രസംഗിച്ചു. അന്ന് അവിടുന്ന് ഇതാണ് അദ്ദേഹത്തിന്റെ നാട് എന്ന് പറഞ്ഞ അതേ ആള് തന്നെയാണ് വിളിച്ചിട്ട് ഇന്ന് പ്രസംഗിക്കണ KKPയുടെ നാട്ടിലാണ്, അടിച്ചു തകർത്തോളാൻ. ഞങ്ങൾ ഒന്നില്ലെങ്കിലും ചോറ് കഴിക്കണവരാണ് എന്ന ഒരു നിലവാരമെങ്കിലും ഞങ്ങൾക്ക് തരണ്ടേ. അപ്പോ ഇതൊന്നും ശരിയല്ല. അത് അത്ര ഒറ്റവാക്കിൽ ഞാൻ പറയട്ടെ. എന്നെ കൂടെ അധികവും അങ്ങനെ ആ രൂപത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ഇതുവരെ ഞാൻ പ്രതികരിച്ചിട്ടുമില്ല. കണ്ണൂര് വളരെ വ്യക്തമായി മനസ്സിലാക്കണം വെച്ചാൽ, ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് കളവ് പറഞ്ഞാൽ അത് വളരെ ശക്തമായി ഗുരുതരമായി എൻ്റെ ദുനിയാവും ആഖിറവും ഒരുപോലെ നഷ്ടപ്പെടും. നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപോലെ നഷ്ടപ്പെടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ആദർശമാണ് അയാളെ സ്നേഹിക്കുന്നതും അയാളോട് വിയോജിപ്പ് നമ്മൾ കാണിക്കണം. ഒരു വ്യക്തിയോട് നമുക്ക് വ്യക്തിപരമായ ഒരു ദേഷ്യമില്ല, ആരാണെന്ന് പറഞ്ഞാലും ശരി. വ്യക്തിപരമായ ഒരു ദേഷ്യവും സൂക്ഷിക്കുന്നവരല്ല നമ്മൾ. നേരെ മറിച്ച് ആദർശം, ഖുർആൻ സുന്നത്ത്, അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ആ ഖുർആനും സുന്നത്തിനും വേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളും തെറ്റിദ്ധാരണകളും ഒഴിവാക്കണം. ഞാനിത് പറയുന്നത് കണ്ണൂര് വെച്ചുകൊണ്ടാണ്, ഈ കണ്ണൂര് വെച്ചാണ് ഈ ഒരു പരിപാടി നടന്നത്. അതുകൊണ്ട് ഈ വാക്കുകൾക്ക് പലരും സാക്ഷികളുണ്ട്. കണ്ണൂരിൽ തന്നെ ഉണ്ടാകണമെന്ന ആ ഒരു മനസ്സിലെ താല്പര്യം കൊണ്ടാണ് ഇവിടെ വെച്ച് അതിന് പ്രതികരിച്ചത് എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഇനി നാളെ ഇതിന് പ്രതികരിക്കണമെങ്കിൽ അനസ് മൗലവി മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. ഇനി അത് നെറ്റിലൂടെ പ്രചരിപ്പിച്ചിട്ട് ലോകത്തുള്ള മുഴുവൻ ആളുകളെ അറിയിക്കണമെന്നില്ല. എന്നോട് നേരെ വന്നാൽ മതി. ഇന്റർവ്യൂ നടത്തണമെങ്കിൽ ഞാൻ മൈക്ക് വെച്ചിട്ട് ഇന്റർവ്യൂ നടത്തി തരാം, ക്യാമറയും കൊണ്ടുവന്നാൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് തരാം. നിങ്ങളൊന്നും ബേജാറാകണ്ട, വിഷമിക്കണ്ട എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ മുജാഹിദായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് മനസ്സിലാക്കിയ ഒരു കാര്യം, ആ പേര് മുഹമ്മദ് അലി, പയ്യന്നൂര്. അൽ ഖുർആൻ, ഖാദിയാനി, ഈ 2 വിഭാഗം ഇസ്ലാമിന് പുറത്താണ്. അവരായിട്ട് കല്യാണ ബന്ധം അങ്ങനത്തെ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ചില ആൾ പറയുന്നത് ഇത് അനുവദനീയമാണ്, തെറ്റൊന്നുമില്ല. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണോ അല്ല, മുന്നിൽ ചോദിച്ചാൽ പറഞ്ഞത് തെറ്റാന്ന്, അവർ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ അവരവർ ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നിട്ടും സംശയം നിർത്തിട്ടില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് അത്തരം കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ നമുക്ക് മറ്റൊരു വേദിയിൽ ചർച്ച ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ചർച്ച ചെയ്ത രൂപത്തിലുള്ള വിഷയങ്ങളാണ് ഉദ്ദേശിച്ചത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സിദ്ദീഖ്, തലശ്ശേരിയാണ്. മറ്റൊരാളും കൂടി ഇതിലുണ്ട്, അനസ്, തളിപ്പറമ്പ്. അതായത് ഇവിടെ വ്യാപകമായിട്ടൊരു ടെലിഫോൺ ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ടല്ലോ, KKP അബ്ദുള്ളയും സാലിമയും നടത്തിയത്. അതിൽ ഞാനും അനസും KKP ആയിരുന്നു പല പണ്ഡിതന്മാരെ സമീപിച്ച് ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതിൽ KKP പറയുന്ന കാര്യം തികച്ചും കളവാണ്. സെലഫിക്ക് അങ്ങനത്തെ ഒരു യാതൊരു നമ്മളെ ആ രീതിയിലൊരു സപ്പോർട്ടും സെലഫി ചെയ്തിട്ടില്ല. ആ ക്ലിപ്പിൽ പറയുന്ന സെലഫിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യവും കളവാണെന്ന് ഞാനും അനസും കൂടി പറയാൻ വേണ്ടി മാത്രം ഈ മൈക്ക് ഉപയോഗിച്ചു. പക്ഷേ സിദ്ദീഖ് വൈകിപ്പോയി സിദ്ദീഖ്. ഒരു മനുഷ്യന് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് കുടുംബത്തിലുള്ള സഹോദരന്മാരുടെ ആക്ഷേപങ്ങൾ സഹിച്ചുകൊണ്ട്, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കഴിയുന്നത്ര ഈ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാഗ്രഹിച്ച ഒരു മനുഷ്യനെ എതിരാളികളെപ്പോലും കൈകാര്യം ചെയ്യാത്ത രൂപത്തിൽ നമ്മുടെ ആദർശ ബന്ധുക്കൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ അത്ര എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ബാക്കി
നീ ഇതിൽ എന്തെങ്കിലും പങ്കാളിത്തം നിങ്ങൾക്കുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഖൈറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും അതിൽ പങ്കാളികളായ മറ്റാരെങ്കിലും അതിലിപ്പോൾ ഖേദിക്കുന്നുവെങ്കിൽ അവർക്കും പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ. അടുത്ത ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് സാദിഖ്, ചാലാടാണ്, അബുദാബിയിലായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ ഹനീഫ മൗലവി ഒരുപാട് ആൾക്കാർ സംസാരിച്ചൊരു വിഷയം, ജബ്ബാർ മൗലവി എഴുതിയ ആ ലേഖനം എനിക്ക് തോന്നുന്നത് 2007 മറ്റോ ആണ്, 2007. ഇന്ന് വരെ ഈ 2012 ജൂലൈ ഈ അവസാനമായിട്ട് ആ വാചകം, അതായത് ജബ്ബാർ മൗലവി എഴുതിയ വാചകം ശിർക്കാണ് എന്ന് കേട്ടത് ഈ അടുത്ത് നടന്ന മൂവാറ്റുപുഴ സംവാദത്തിൽ മാത്രമായിരുന്നു. എന്തുകൊണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ, അതിലെ പ്രാസംഗികന്മാർ ഇന്ന് വരെ ആ ഒരു വാചകം അല്ലെങ്കിൽ ആ ശിർക്കാണെന്നുള്ള കാര്യം മൂടുവയ്ക്കുകയും ആ ജബ്ബാർ മൗലവിക്ക് അനുകൂലമായി സംസാരിക്കുക പോലും ചെയ്ത ഈ അടുത്ത് നടന്ന ഒരു പ്രസംഗത്തിൽ അനസ് മൗലവിയുടെയും ഹനീഫ് കായക്കുടിയുടെയും പ്രസംഗത്തിൽ ജബ്ബാർ മൗലവി ഇരുത്തിക്കൊണ്ട് ആ വാദത്തെ ന്യായീകരിക്കുന്ന ചില വാചകങ്ങൾ കേൾക്കാൻ ഇടയായി. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇന്ന് വരെ 5 വർഷത്തിനിടയിൽ ഇന്ന് വരെ അത് ശിർക്കാണെന്നൊരു വാദം, ഷിർക്കിൻ്റെ ആ ഗൗരവവും മറ്റും ഒരുപാട് നമ്മുടെ മുജാഹിദ് പ്രാസംഗികന്മാർ തന്നെ പറയുന്നതാണ്. ഒരു അണുമണി തൂക്കം ശിർക്കുണ്ടായാൽ, ഞാൻ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനത്തെ ഒരു കാര്യം, ഒരു മിനിറ്റ് ചോദിക്കട്ടെ, ഉത്തരത്തിന് ഒരുപാട് സമയം എടുത്തല്ലോ. അങ്ങനത്തെ ഒരു കാര്യം എന്തുകൊണ്ട് അണികൾ നിങ്ങൾ പറഞ്ഞില്ല? ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ച് ജനങ്ങളെ വസ്വാസാക്കുന്ന രീതി ഒഴിവാക്കിയിട്ട് അന്ന് മുതൽ തന്നെ ഈ കാര്യം നിങ്ങൾ വെട്ടുതുറന്ന് പറയാൻ ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഇന്നും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല. ഒരു കാര്യം കൂടി, പിന്നെ വേറൊരു കാര്യം, നമ്മുടെ മണ്ണാർക്കാട് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങൾ ഇപ്പൊ വന്നതാണോ അതല്ല തുടക്കം മുതലേ ഉണ്ടാ? കുറച്ചു നേരം ഇല്ല. അതാണ് അനസ് മൗലവിയും ഞാനും എന്ത് പ്രസംഗിച്ചു എന്ന് നേരത്തെ ഇവിടെ വിശദീകരിച്ചതാണ്. അതാണല്ലോ നിങ്ങളെ ചോദ്യം. ഒന്ന്. രണ്ടാമത്തത്, എന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല എന്നല്ലേ? ഇക്കാലം വരെ പറഞ്ഞിട്ടുണ്ട്. ഒരു വേദിയിലും ശിർക്കല്ല, ജബ്ബാർ മൗലവിയുടെ വാദം ശിർക്കല്ല എന്ന് ഒരു മുജാഹിദ് പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിനെതിരെ വന്ന എന്തെങ്കിലും പരാമർശം നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ? അല്ല, അതെ, എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ പറഞ്ഞ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിലെ പരാമർശത്തിനെതിരെ നമ്മുടെ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിൽ ഇപ്പോഴല്ലാതെ ഒരു പരാമർശം, നിങ്ങൾ പറഞ്ഞു ആദ്യമായിട്ട് ഞാൻ ശിർക്കാന്ന് കേട്ടത് മൂവാറ്റുപുഴയിലാണ്, അതിനു മുമ്പ് ഈ പരാമർശം തെറ്റാണെന്ന് എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഏത് ജബ്ബാർ മൗലവി പറഞ്ഞ വാചകം തെറ്റാണെന്നോ? എനിക്കറിയില്ല, നിങ്ങൾ പറയണം. നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, മതി, അത്രയും ചോദിച്ചിട്ടുള്ളൂ. ഒരു മിനിറ്റ്, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ല. ഇത് 2010 ഓഗസ്റ്റ് 20 വിചിന്തനമാണ്. 2010 ഓഗസ്റ്റ് 20 വിചിന്തനത്തിൽ അബ്ദുസലാം സുല്ലമിക്ക് MBA ഖാദർ കരുവമ്പയിൽ എഴുതിയ ലേഖനത്തിൽ മറുപടി, ആ മറുപടി പറയാൻ വേണ്ടി പറയാണ്. ശിർക്കും കുഫറും ആരോപിക്കുവാൻ സുല്ലമി കാര്യമായി എടുത്തു പറയാറുള്ളത് വിജന പ്രദേശത്ത് വെച്ച് വിളിക്കുന്നത് സംബന്ധമായി ഇസ്ലാഹ് മാസികയിൽ വന്ന തെറ്റായ ഒരു പരാമർശമാണ്. അത് മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല. ഇതിപ്പൊ പറഞ്ഞതല്ല, 2010 ഓഗസ്റ്റ്. ഞാൻ ചോദിക്കട്ടെ, ഇത് വായിച്ച എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും? ഇത് ഓർമ്മയിലുള്ള ആളുകൾ ഉണ്ടാവില്ല. ഒന്ന്, സാധാരണ നമ്മളൊക്കെ വിചിന്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കാതിരിക്കേണ്ട സാധനങ്ങളാണ് വിചിന്തനം അൽമനാറൊക്കെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പണ്ട് പള്ളിയിലെ മൊയിലാരോട് പറഞ്ഞല്ലോ, ഞാൻ പൈസ സൂക്ഷിക്കൽ അമാനുമേലോന്റെ പരിഭാഷയിലാണ്. കാരണം അത് ഒരാളും എന്തായാലും തൊടൂല, അതുകൊണ്ട് അതിലാണ്. ഇതേമാതിരിയാണ്. അപ്പൊ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇപ്പൊ പറഞ്ഞിട്ട് തന്നെ ആളുകൾ എന്താ പറയണത്? ഇത്ര കൃത്യമായി എന്തിനാണ് ആളുകളുടെ ഇടയിൽ വസ്വാസ് ഉണ്ടാക്കാൻ പറയണെന്നാണ്. അന്ന് പറഞ്ഞാലും ഇത് തന്നെയല്ലേ പറയാ, അന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് പറയാ, വസ്വാസ് ഉണ്ടാക്കാൻ പറയുന്നു. ഇത്രയേറെ കൃത്യമായി സ്വാഭാവികമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രീതി ഒരാൾ അങ്ങനെ തന്നെ പുറത്താക്കലല്ല. ഒരാൾക്ക് പറയാനും ചർച്ച ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. മഗ്രിബിന് മുമ്പ് ഞാൻ വിശദീകരിച്ച ഘട്ടങ്ങൾ ഈ അഹമ്മദ് അനസ് മൗലവിയും ഹുസൈൻ സലഫിയും അദ്ദേഹത്തിന്റെ അരികിൽ പോയി തിരുത്താൻ ആവശ്യപ്പെട്ടു. ജമിയത്തുൽ ഉലമയുടെ പ്രബന്ധം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ദൗറയിൽ വന്നത്, KNMന്റെ തീരുമാനങ്ങൾ, KJUവിന്റെ തീരുമാനങ്ങൾ, KNM അയച്ച സർക്കുലറുകൾ, ഇതൊക്കെ സംഘടന ചെയ്തതാണ്. എന്തിന്? ഈ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ അങ്ങനെ തന്നെ പുറത്താക്കലല്ല, അയാൾക്കെതിരെ അങ്ങനെ തന്നെ നടപടിയെടുക്കലല്ല, മറിച്ച് ഇതിന്റെ ഗൗരവം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം,
ഈ കാസർഗോഡ് വെച്ച് നടന്ന പ്രസംഗത്തിൽ സക്കരിയ സലാഹിയുടെ പ്രസംഗം കേട്ട ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. അദ്ദേഹം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഈ ഒരു കാര്യം ചെയ്തതിനെ ഏതാണ്ട് ന്യായീകരിക്കുന്ന രൂപത്തിലാണ് സംസാരിച്ചത്, അല്ലെ? ആ കാസർഗോഡ് സീഡി കേട്ട ആളുകൾക്കറിയാം. ഏതാണ്ട് അതിനെ ന്യായീകരിക്കുന്ന രൂപമാണ് നമുക്കത് കേട്ടാ തോന്നുക. എന്നാൽ ഇപ്പോ കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ ഇസ്ലാഹിൽ അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി പറഞ്ഞു. സക്കരിയ സലാഹിയുടെ ഈ പ്രസംഗത്തിൽ ഒരാശയക്കുഴപ്പമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പുറത്തുനിന്ന് പറയലാണോ? അല്ല, അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തുകയും അദ്ദേഹത്തിന് ആ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുക എന്നതാണ്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഇതിൽ പറഞ്ഞു. ലൈഫായ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാമെന്ന് വാദിച്ചുകൊണ്ട് താങ്കൾ മുജാഹിദികളെ ഒരു പുതിയ മനഹജിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ആരോപണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് അദ്ദേഹം മറുപടി പറയാണ്. യാ ഇബാദല്ല, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ അമൽ ചെയ്തുവെന്ന് റിവായത്ത് വന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ യാ ഇബാദല്ല അഈനൂനി എന്ന റിപ്പോർട്ട് ലൈഫാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇമാം അവർകൾ അമൽ ചെയ്തത് എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് സ്വഹീഹാണെന്ന ധാരണയിലായിരിക്കാം അദ്ദേഹം ചെയ്തത്. ഏതായാലും ഇമാം അവർകൾ ചെയ്തത് കൊണ്ട് മാത്രം അത് തെളിവാക്കാൻ നമുക്ക് ന്യായമില്ല. അദ്ദേഹം അമൽ ചെയ്തുവെന്ന റിപ്പോർട്ട് പോലും പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തെ തഖ്ലീദ് ചെയ്യരുതെന്നും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് ദീനിന്റെ വിധികൾ സ്വീകരിക്കേണ്ടതെന്നുമാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആ നിലപാട് കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചു. ഇതിന് അവസരം കൊടുക്കുക എന്നതാണ് സംഘടനയുടെ നിലപാട്. എല്ലാ കാലങ്ങളിലും എല്ലാ കാര്യങ്ങളിലും സംഘടന സ്വീകരിച്ചു വരുന്ന നിലപാടതാണ്. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞല്ലോ 7 കൊല്ലായി ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ന്യായീകരിച്ചുകൊണ്ട് എത്ര പേരുകളാ വരുന്നത്? ജമിയത്തുൽ ഉലമ ഈ വിഷയം ഒരു ഫത്വയിലൂടെ വിശദീകരിച്ചു. അതിന് ഇപ്പോ നാട്ടിലുള്ള മൗലവിമാര് അല്ലെങ്കിൽ അറബി കോളേജിൽ പഠിച്ച അല്ലെങ്കിൽ പണ്ഡിതന്മാര് AP അബ്ദുൽ ഒരു ടെലിഫോൺ ക്ലിപ്പ് കേൾക്കാനിടെ TP അബ്ദുൽ ഖായം അതിന് പണ്ഡിതനാണോ? മൂപ്പര് രാഷ്ട്രീയക്കാരനാണ്. മൂപ്പര് പണ്ഡിതനൊന്നല്ല, ഒരു രാഷ്ട്രീയക്കാരനാണ്. ആരാ? നമ്മളെ പ്രവർത്തകന്മാരാ പറയുന്നത്. അവർക്ക് പണ്ഡിതന്മാര് ഇന്റർനെറ്റ് മൗലാനമാരാണ്. അതായത് കുറെ ഉസ്താദുമാരുണ്ടാവും. ഇപ്പൊ ഉസ്താദാണെങ്കിൽ ഒരു അബു ചേർക്കണം. ഒരു അബു ചേർത്തിട്ട് അബു അഹമ്മദ്, അബു സാലിഹ്, അബു ഇഹ്സാന്, അബു ഇസ്ലാം, അബു മുസ്ലിം, അബു താഹ എന്നൊക്കെ പറഞ്ഞാലേ ഉസ്താദുമാരാകുള്ളൂ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഉസ്താദ് എഴുതിയ മെയിലാണിത്. എന്തായില്ലേ? ജമിയത്തുൽ ഉലമയുടെ ഫത്വ ശരിയല്ല. ഇതിൽ അയാൾ കോപ്പി പേസ്റ്റ് ചെയ്ത അറബി വായിക്കാൻ അയാൾക്ക് കഴിയില്ല. ജമിയത്തുൽ ഉലമയിലെ ഒരു സാധാ മെമ്പർക്ക് വായിക്കാൻ കഴിയില്ല. എന്നിട്ടാണ് ഈ മെയിൽ അയച്ചത്. എന്നിട്ട് എന്തായാലും പറയണത് അത് ചികിത്സക്ക് മാത്രമേ അത് ബാധകാവുള്ളൂ. വലാ യജൂസു ഫീ ശൈഇൻ മിനൽ അശ്യാഇ ലാ തജൂസുൽ ഇസ്തിആനതു ബിഹിം ഫീ ശൈഇൻ മിനൽ അശ്യാഇ. ഒരു കാര്യത്തിലും പറ്റൂല എന്നാ. പക്ഷെ ചോദ്യകർത്താവ് ചോദിച്ച ചികിത്സ അല്ലേ എന്നാ. അതങ്ങനത്തെ അല്ലേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ഒരാൾ ചോദിച്ചു, ഞാൻ ജാമ്യയിൽ പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ പറയട്ടെ. മക്ഡോവൽ വിസ്കി കുടിക്കാൻ പറ്റുമോ എന്ന് നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ എന്താ പറയാ? ഒരു വിസ്കിയും കുടിക്കാൻ പറ്റൂല അല്ലേ? അപ്പോ ഇതാ ഒരു വിസ്കിയും കുടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതല്ല. ഇയാൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? മക്ഡോവൽ വിസ്കിയെ പറ്റിയാ ചോദ്യകർത്താവ് ചോദിച്ചത്. അപ്പോ ഒരു വിസ്കിയും കുടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് എന്തേ ഉദ്ദേശിച്ചിട്ടുള്ളൂ? മക്ഡോവലെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ പൊട്ടത്തരെന്നാ പറയാ. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞ എന്താ? ഒരു ശൈലിയിലും പറ്റൂല. ഇപ്പോ ഇത്രയേറെ കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടും ജനങ്ങളുടെ ഒരു സമീപനായത്. പിന്നെ ഇത് ആളറിയാതെ 2007 എഴുതിയ കൊണ്ട് മാത്രം എന്നാ ജബ്ബാർ മൗലവി പുറത്ത്, അതിനെ അനീഫ് കായക്കൊടി ന്യായീകരിച്ചിട്ടുണ്ട്, അയാൾ പുറത്ത്, അനസ് അതിനെന്തോന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അയാളും പുറത്ത് എന്നതല്ല സംഘടനയുടെ ഒരു രീതി. അതാണ് ഇവിടെ സ്വീകരിച്ച സമീപനവും. അസ്സലാമു അലൈക്കും. പിന്നെ ഇവിടെ ഒരുപാട് വ്യക്തികളെ പരാമർശിച്ചു കണ്ടു. അബു ഇഹ്സാൻ, അതൊക്കെ നമ്മളെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലെ അഡ്മിൻസ് ആണ്. അതൊക്കെ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റു നിലക്ക് ഇവിടെയുള്ള ചില ആൾക്കാർക്കൊക്കെ വലിയ തലവേദന ഉണ്ടാകുന്നൊരു വിഷയമാണ്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ബഹുമാനപ്പെട്ട ഹനീഫ് മൗലവി ആ പേരുകൾ പ്രത്യേകിച്ച് പരാമർശിച്ചത്. ഏതായാലും അൽഹംദുലില്ലാ. പിന്നെ എനിക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉപചോദ്യമായി ചോദിക്കാനുള്ളത്, 2007 ഇസ്ലാഹ് പുറത്തിറങ്ങി, മറുപടി കൊടുത്തത് 2010. അപ്പോൾ അത് ചോദിക്കുമ്പോൾ പറയാണ്, പിന്നെ അന്നേ ചോദിച്ചെങ്കിൽ അന്ന് ഇങ്ങനെ മറുപടി പറയായിരുന്നില്ലേ? ഇങ്ങനൊന്നും ഒരു മറുപടി, ഇതൊക്കെ ശരിക്കും ഈ വെയിറ്റ് ചോദിക്കട്ടെ, അല്ല ചോദ്യം ചോദിക്കാം. നിങ്ങൾ അരമണിക്കൂറോളം സംസാരിച്ചല്ലോ, ഒന്ന് സംസാരിക്കട്ടെ, ചോദിക്കട്ടെ.
അപ്പോൾ ആ രീതിയിലല്ല. 2010 ഏത് മാസമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. 2007 ഇസ്ലാം മാസികയിലെ മറുപടിക്ക് എന്തുകൊണ്ട് 2010 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തു? ഷിർക്ക് എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ, അതായത് അതിനുവേണ്ടി മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വാദം ഒരാൾ കൊണ്ടുവന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതിന് നല്ല മറുപടി നിങ്ങൾ തരണം. ജനങ്ങൾക്ക് വസ്വാസനായ രീതിയിൽ സംസാരിക്കരുത്, അതിനുള്ള മറുപടി തരിക. ഒരു മിനിറ്റ്, നിങ്ങളോടാണ് ചോദ്യം. ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയ വാദം ഷിർക്കാണെന്നാണോ അല്ലെന്നാണോ നിങ്ങളുടെ വിശ്വാസം? എന്റെ ചോദ്യമാണ്. അതെ, ഈ അടിത്തറ മാന്തുന്ന ഒരു വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിക്കാൻ ധൈര്യം നിങ്ങൾക്കില്ലേ? ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ മാന്തുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഒരു വിഷയത്തിൽ ഒരു മുജാഹിദ് പ്രവർത്തകനായിട്ട് നിലപാട് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലേ? പറയണം. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വാദം ഷിർക്കാണോ അല്ലേ? കൊടുക്കുമായിരിക്കും. എന്റെ ചോദ്യമല്ല, അതിന് മറുപടി ഞാൻ പറയും. എന്റെ ചോദ്യം 2007 എഴുതിയത് ഷിർക്കാണെന്നോ അല്ലെന്നോ? അതെ, ഇതാണ് കാര്യം, ഇതാണ് വിഷയം. ഇയാൾക്ക് മാത്രമല്ല, ജബ്ബാർ മൗലവിയെ ന്യായീകരിക്കുന്ന ആരൊക്കെയുണ്ടോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കും ഇന്ന് വരെ, ഈ സമയം വരെ നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വീണ്ടും അപേക്ഷിക്കാൻ, വെല്ലുവിളിയല്ല, അപേക്ഷിക്കാൻ, ജബ്ബാർ മൗലവിയുടെ വാദം ഷിർക്കാണോ അല്ലേ, അതിൽ നിലപാട് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? കൊടുക്കുമായി. ഞാൻ ചോദിച്ച ചോദ്യം 2007 ഇറങ്ങിയ ഇസ്ലാഹിന് അതിന് മറുപടി പറയും മൗലവി. പുസ്തകമാക്കിയിരുന്നു അല്ല, ഞാൻ തന്നെ മതി. നിങ്ങൾക്ക് അതില് വേണ്ട, നിങ്ങൾ അതിൽ നിലപാട് പറയോ? അത് ഞാൻ മറുപടി പറയും. ഞാൻ മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. അതിന് മുമ്പാണ്, അതിന്റെ മറുപടിക്ക് മുമ്പാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ നിലപാട് പറയാൻ നിങ്ങൾ തയ്യാറാണോ? അല്ല, ഇരിക്കണം, നിങ്ങൾക്ക് ഇരിക്കാം. ഇതാണ് സഹോദരന്മാരെ അവസ്ഥ. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? നേരത്തെ ഇവിടെ എന്റെ പ്രായമുള്ള അദ്ദേഹം പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1986 മുജാഹിദായി എന്ന് പറഞ്ഞ് ചോദിച്ച സഹോദരനുണ്ടല്ലോ, ഈ ആളുകളൊക്കെ മനസ്സിൽ ശിർക്ക് സൂക്ഷിക്കുന്നവരാണ്, ആ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണ്. അദ്ദേഹത്തിന് പൊള്ളി എന്നാണല്ലോ പറയുന്നത്. ഈ അബൂ ഇഹ്സാൻ എന്ന് പറയുന്ന ആൾ എഴുതിയ മെയിലാണിത്. പുറത്തു വന്നല്ലോ ഇപ്പൊ ആളാരാന്ന്. ആ അബൂ ഇഹ്സാൻ എഴുതിയ മെയിലാണിത്. അതുകൊണ്ടാണ് ഞാൻ ആ പേര് പരാമർശിച്ചത്. അതേപോലെ തന്നെ കേരള നെതുവത്തുൽ മുജാഹിദീൻ ഷിർക്കാണെന്ന് പറഞ്ഞ, കേരള ജമിയത്തുൽ ഉലമ ഷിർക്കാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഷിർക്കല്ല. ഈ മലയാള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ കാര്യ പണി എന്താണെന്നറിയോ? ഇത് ഷിർക്കല്ല എന്ന് പ്രചരിപ്പിക്കൽ. അതാണ് അദ്ദേഹത്തിന് പോലും നിലപാട് പറയാൻ കഴിയാത്തത്. ഇനി വിഷയം ബഹുമാന്യനായ അനസ് മൗലവി വിശദീകരിക്കും. അപ്പോ ഇത് ഷിർക്കല്ല എന്ന് പറയുന്നില്ല, അത് പറയാൻ കഴിയില്ല. ഷിർക്കാണ് എന്നത് പറയാൻ കഴിയുകയും ചെയ്യും. അപ്പൊ പിന്നെ നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല? എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, ചിലപ്പോ ബഹുമാനനായ സുഹൃത്ത് അത് ഒരുപക്ഷെ സാദിഖ് സാഹിബ് ആ വിവരം അറിഞ്ഞതുകൊണ്ടോ അതല്ലെങ്കിൽ ആ അറിഞ്ഞ സ്രോതസ് അദ്ദേഹത്തിന് തെറ്റായി മനസ്സിലായതുകൊണ്ട് ആകെ അത്തരം ചോദ്യം ചോദിച്ചു, അറിവിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ലേഖനം ഇസ്ലാഹിൽ വന്നു. അപ്പോൾ ജബ്ബാർ മൗലവിയാണ് അത് എഴുതിയത്. ഇനി എൻ്റെ സുഹൃത്ത് മനസ്സിലായിരിക്കും, ജബ്ബാർ മൗലവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത ആളല്ല. സാദിഖിനെക്കാളും കൂടുതൽ ജബ്ബാർ മൗലവി അറിയുന്ന ആളാണ് ഞങ്ങൾ. അപ്പോൾ ജബ്ബാർ മൗലവി ഈ വാദം എഴുതി. ജബ്ബാർ മൗലവിക്ക് ഒരു വാദം എഴുതിയാൽ മനസ്സിലാണ് ചിലപ്പോൾ 3-4 കൊല്ലം എടുക്കും. അതറിയോ? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ തെറ്റല്ല, ഒരു കാര്യം പറഞ്ഞുതരാം. അദ്ദേഹം കഴിഞ്ഞ നബിദിനത്തിന്റെ സമയത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ എന്താണെന്ന് വെച്ചാൽ, നബിയുടേതല്ല, അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരാളുടെയും മദ്ഹ് പറയൽ പുണ്യമില്ലാത്ത കാര്യമാകുന്നു. ഇതാണ് ലേഖനത്തിൽ അദ്ദേഹം 1.5 പേജോളം എഴുതിയിട്ടുണ്ട്. ഞാനൊരു എടത്തനാട്ടുകരക്ക് അടുത്തൊരു മുഖാമുഖത്തിന് വേണ്ടി പോകുമ്പോൾ ജബ്ബാർ മൗലവിയുടെ ഉണ്ട്. അവിടെ നിന്നാണ് ആ ഇസ്ലാഹ് ഞാൻ വായിക്കുന്നത്. എനിക്കിത് 2-3 തവണ ഞാനിത് അവിടെ ജബ്ബാർ മൗലവിയോട് ഇരിക്കുന്നുണ്ട്, ഞാനിത് വായിച്ചു നോക്കിയിട്ട് എനിക്കിത് മനസ്സിലായില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന കോലത്തിൽ നബിയുടെ അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരാളുടെ മദ്ഹ് പറഞ്ഞാലും പുണ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ലേഖനം 2 വട്ടം വായിച്ച് മനസ്സിലായി. ഞാൻ ജബ്ബാർ മൗലവിയോട് കൊണ്ടുവച്ചിട്ട് ചോദിച്ചു, എന്താ മൗലവി പറഞ്ഞു? എനിക്ക് മനസ്സിലായി. അപ്പൊ നബിയുടെ മദ്ഹൊക്കെ പറയണ്ടല്ലോ നമ്മൾ, അത് കൂലില്ലാത്ത കാര്യമാണോ? അപ്പൊ മൂപ്പരാണ് അല്ല എന്ന് പറഞ്ഞു. അതിലത് എഴുതിയിട്ടുണ്ടല്ലോ എല്ലാം എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ എന്നെക്കാളും പ്രായമുള്ള ആളാണ്, ഒന്നുകൂടെ വായിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വായിച്ചു നോക്കി.
ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ മൂപ്പരവിടെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഒരു ബെഡിൽ ഇങ്ങനെ കിടക്കുക. ഞാൻ അവിടെ തലഭാഗത്ത് വരുന്നിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു, അല്ല ജബ്ബാർ മൗലവി, ഇതെനിക്ക് രണ്ടാമത് പിന്നെ ഞാൻ വായിച്ചു, ഇപ്പോഴും വായിച്ചു, എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അവസാനം മൂപ്പര് എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാ എന്ന് ചൊല്ലിയാൽ കൂലിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാന മുഹമ്മദ് എന്ന് ചൊല്ലിയാൽ കൂലിയുണ്ടോ, പുണ്യാണോ? ഞാൻ പറഞ്ഞു അല്ല, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ അഗ്രഹണി പോലെ 2 വരി പോരെ ഈ ലേഖനം. മാത്രം അത് മദ്ഹാണോ ദിക്റാണോ? ഈ സുബ്ഹാനല്ലാഹ് എന്നുള്ളത് സുബ്ഹാന മുഹമ്മദ് എന്ന് പറയുന്നത് ദിക്റാണോ മദ്ഹാണോ? അത് രണ്ടും വേറെ വിഷയമുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ എഴുതുന്ന ആളാണ് ആര്? ജബ്ബാർ മൗലവി. അത് മനസ്സിലാക്കണേ മൂപ്പരോട് എന്നെ ഒന്ന് ചോദിക്കണം. നമ്മുടെ തൗഹീദ് അദ്ദേഹം തൗഹീദിന്റെ ബുക്ക് എടുത്ത് മൂപ്പരോട് തന്നെ കൊടുക്കുന്നു, വ്യാഖ്യാനിച്ചതാ എന്ന് പറഞ്ഞിട്ട്. അല്ല, അത്രയും ആ രൂപത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുള്ളൂ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ലേഖനം ഇത് എഴുതിയപ്പോൾ ആദ്യം സാദിഖ് സാഹിബെ ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല, ഞങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഈ ലേഖനം എഴുതുന്ന സമയം കേരളത്തിൽ ജിന്ന് വിവാദം 2007 കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. ഈ ജിന്ന് എന്നിടെ കയറാൻ കാര്യം ഈ കത്തുന്ന സമയമായതുകൊണ്ടാണ്. മൂപ്പർ മനസ്സിൽ ആ സമയത്ത് അത് കയറാൻ, അല്ലെങ്കിൽ ഒരു ജിന്നിന്റെ പെട്ടെന്ന് കയറി വരില്ല, ആ സമയത്ത് നിൽക്കുന്ന സമയത്താണ്. ഇത് അദ്ദേഹം എഴുതി സലാം സുല്ലമിക്ക് മറുപടി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എഴുതി തുറക്കൽ അങ്ങാടിയിൽ വെച്ചൊരു പ്രസംഗം നടത്തി. ഒരു പ്രസംഗം ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതേ ആശയം അദ്ദേഹം പ്രസംഗിച്ചു. ഠും 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 എന്ന് ശബ്ദം കേട്ടു. ഒരാൾ രാത്രി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഠും ഠും എന്നൊരു ശബ്ദം, മൂപ്പർ ശൈലി പറഞ്ഞാണ്, ഒരു ശബ്ദം കേട്ടു. അപ്പൊ ഇയാൾക്ക് വെളിച്ചില്ല, ആർക്ക്? ഈ വരുന്ന ആൾ ഇരുട്ടത്ത് പവർ കെട്ടിന്റെ സമയത്ത് വരിക. അപ്പൊ ഈ ശബ്ദം കേട്ടത് ഇതിന്റെ പുറപ്പെടുവിച്ച ജിന്നാണെന്ന് ഇയാൾ വിചാരിച്ചിട്ട്, ജിന്നെ എനിക്ക് വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ അതിൽ പ്രാർത്ഥനയില്ല, അത് ശിർക്കല്ല എന്ന് ഇദ്ദേഹം പ്രസംഗിച്ചു. ഇദ്ദേഹം പ്രസംഗിച്ചത് കേട്ട ഒരു സുഹൃത്ത് നാണി ഹാജിയുടെ വീട്ടിൽ, അന്ന് ഹുസൈൻ സലഫി പിന്നെ ഒരു പരിപാടിക്ക് വേണ്ടി വന്ന് താമസിക്കുന്ന നാണി ഹാജിയുടെ വീട്ടിലാണ്. ഞാനവിടെ ഉണ്ട്, ഖാദർ കരുമ്പയിൽ അവിടെ ഉണ്ട്. ഈ സുഹൃത്ത് അവിടെ വന്ന് ഈ ചോദ്യം ഉന്നയിച്ചു, ഇങ്ങനെ പ്രസംഗിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം അറിയാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് പറഞ്ഞു അങ്ങനെ പ്രസംഗിച്ചോ എന്ന് നമ്മൾ തിരിച്ചു വയ്ക്കണം. അപ്പോഴും ഇദ്ദേഹം പറഞ്ഞു അത് എഴുതിയിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണിത് നമ്മൾ ഈ വിഷയം ശ്രദ്ധയിൽ വരുന്നത്. അപ്പോൾ അത് വായിച്ച കരുവമ്പയിൽ അവിടെ ഉണ്ട്. കരുവമ്പയിൽ പറഞ്ഞു ശുദ്ധ അസംബന്ധമാണ് എഴുതിയത് എന്ന് കരുവമ്പയിൽ പറഞ്ഞു. ഞാൻ വായിച്ചു, അദ്ദേഹം വായിച്ചിട്ടുണ്ട്, കരുവമ്പയിൽ വായിച്ചിട്ടുണ്ട്. സലഫിയും പറഞ്ഞു. എങ്കിൽ എന്താ ചെയ്യാ? ഉടൻ തന്നെ പ്ലേ കാർഡ് എടുത്ത് നാടിയാച്ചയെ വിളിച്ച് ബാക്കിയുള്ള ആളുകൾ വിളിച്ചിട്ട് ജബ്ബാർ മൗലവി പുറത്താക്കാന്ന് പറഞ്ഞിട്ട് സിദ്ധാബാദ് ചെയ്യണോ? എന്താ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? പറഞ്ഞത് ജബ്ബാർ മൗലവി, ഇത് എഴുതി നമുക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ? അങ്ങനെ ആകാലോ. ചിലപ്പോൾ നമുക്ക് പറഞ്ഞെന്താ, ചിലപ്പോൾ അയാൾ ഉദ്ദേശിച്ചായിരിക്കില്ല. നേരത്തെ പറഞ്ഞ സുബ്ഹാന മുഹമ്മദ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കാതിരിക്കില്ല, മൂപ്പര് കാണും. എന്താണ് അറിയണം? നേരെ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി. ആരടുക്കൽ? ജബ്ബാർ മൗലവിയുടെ അടുക്കൽ പോയി. പിറ്റേന്ന് പോയി രാവിലെ ഹുസൈൻ സലഫി, അതുപോലെ തന്നെ നമ്മുടെ ഖാദർ ഹാജി, അബ്ദുൽ ഖാദർ ഹാജി, അതുപോലെ തന്നെ നാണി ഹാജി, അതുപോലെ ഈ ഉള്ളവനും കൂടെ ചെന്ന് അവിടെ ഇരുന്ന് ജബ്ബാർ മൗലവി അവിടെ ഉണ്ട്. അവിടെ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വിഷയം തിരിച്ചും മറിച്ചും ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ശിർക്കല്ല. ഞങ്ങൾ പറഞ്ഞു മൗലവി അത് വായിക്കുന്ന ആളുകൾ ആശയക്കുഴപ്പത്തിലാവും, നിങ്ങളത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല നമ്മുടെ എതിരാളികൾ തൗഹീദിനെതിരായി ഇത് ഉപയോഗിക്കുകയും ചെയ്യും, നിങ്ങൾ തിരുത്തി കൊടുക്കണം. പോയത് ഇപ്പറഞ്ഞ ആൾക്കാരാ, അല്ലാതെ ഞാനല്ലാത്ത എല്ലാവരും പ്രഗത്ഭരുമാണ്. അവിടെ ചെന്ന്